പോപ്പുലർ ഫ്രണ്ടിൻ്റെ മതപരിവർത്തന കേന്ദ്രം മഞ്ചേരിയിലുള്ള അത് പൂട്ടിയതാണ്. പൂട്ടിയിട്ടും രഹസ്യമായി അത് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഗൂഗിൾ പേ നമ്പർ അടക്കം ഇപ്പോൾ പ്രവർത്തനത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു സംഘടന നിരോധിച്ചിട്ടും എന്ത് ധൈര്യത്തിലാണ് ഇവരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഇതിനെ ഒന്ന് തടയിടാൻ കേന്ദ്ര ഏജൻസികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സത്യസരണി എന്നുള്ള പ്രസ്ഥാനം പോലുള്ളവരൊക്കെയാണ് ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പലപ്പോഴും നേരിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിലായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലേക്ക് സ്ഥാപനം നടത്തുക. എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. പക്ഷേ ഏതാണെങ്കിലും ഒന്നുണ്ട്, സത്യസരണി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് അത്യന്തം അപകടകരമായിരുന്നു. അവിടുന്ന് ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള മതപരിവർത്തനത്തിനും അതേപോലെ തന്നെ മതപരിവർത്തനം നടത്തിയിരിക്കുന്ന ആളുകളെ ISLക്ക് റിക്രൂട്ട് ചെയ്യുന്നതിലും അതിൽ സത്യസരണി വഹിച്ചാൽ പങ്ക് ചെറുതൊന്നുമില്ല. നമുക്കറിയാലോ കേരളത്തിൽ എനിക്ക് എണ്ണം പോലും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല, ഏതാണെങ്കിലും 3000-നും 5000-നും ഇടയ്ക്ക് വരുന്ന ഹിന്ദുക്കളായിരിക്കുന്ന ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ സത്യസരണി കൊണ്ടുപോയിട്ട് അവർ കാര്യങ്ങൾ പഠിപ്പിച്ച് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഇവർ പറഞ്ഞിരുന്നല്ലോ, ആർഷവിദ്യാ സമാജം പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏകദേശം 3000-ഓളം പേരാണ് അവരുടെ കണക്കിനകത്ത് വന്നിട്ടുള്ളത്, തിരിച്ചു വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ തിരിച്ചു വരാത്ത ആളുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട്? സത്യസരണിയിലേക്ക് ഇപ്പം നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടിയൊക്കെ ഉണ്ട്, വൈക്കത്തെ പെൺകുട്ടിയൊക്കെ ഉണ്ട്, അഖിലയൊക്കെ കൊണ്ടുപോയത് സത്യസരണിയിലേക്കാണ്. കാരണം പഠിക്കാൻ പോകുന്ന വിദ്യാലയത്തിൽ ഒരാൾ കയറിയിട്ട് അവർ എന്തെങ്കിലും ബന്ധമുണ്ടാക്കുന്നു, പെൺകുട്ടികൾ തന്നെ. ആ പെൺകുട്ടികൾ അവരുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് ആ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് സുഹൃത്തായിരിക്കുന്ന പെൺകുട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നേരെ കൊണ്ടുവന്ന് സത്യസരണിയിലേക്കാണ്. അതിനുശേഷമാണ് മതപരിവർത്തനം നടത്തുന്നത്, അതിനുശേഷമാണ് വിവാഹം കഴിക്കുന്നത്. അവിടെ പ്രേമം പോലും ഇല്ല, പ്രണയം പോലും ഇല്ല. അവിടെ സംഭവിക്കുന്നത് മതപരിവർത്തന കേന്ദ്രം തന്നെയാണ് സത്യസരണി. അവിടെ സൈനബ എന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, ആ സൈനബയാണല്ലോ എൻ്റെ ഏറ്റവും വലിയ ഒരു ഒത്തുകാരിയായിട്ട് നടക്കുന്ന സൈനബയാണ്. ഈ സൈനബയെക്കുറിച്ച് വലിയ ആക്ഷേപക്കാലത്തുണ്ടായിട്ടുണ്ട്. സൈനബ അവിടുന്ന് ഏജന്റിനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് പല സ്ഥലത്തു നിന്നും കുട്ടികളെ പിടിച്ച് ഈ പറയുന്ന സത്യസരണിയിൽ കൊണ്ടുപോയിട്ട് അവിടെ മതപഠന ക്ലാസ്സുകൾ നടത്തി അവരെ പഠിപ്പിച്ച് അവരെ സ്വന്തം മതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുന്നു. അതിനെയാണല്ലോ ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രുതി അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ അതാണോ? ആതിര പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണല്ലോ, ചിത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണല്ലോ. കാരണം അവരെല്ലാം കേവലം ലവ് ജിഹാദിൻ്റെ പുറത്ത് മാത്രമായിരുന്നില്ല, ഈ പറയുന്ന സത്യസരണിയിലെ സൈനബ വഴിക്ക് ഇവരിൽ തന്നെ പലരെയും അവിടേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ വസ്ത്രധാരണം പോലും മാറ്റുകയാണ്. ഇങ്ങനെ സൈനബയെ പോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് സത്യസരണി. അതിൽ അത്യന്തം അപകടകരമാണെന്നുള്ള വാദം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുണ്ട്, കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തോട് തന്നെ ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവും അടച്ചുപൂട്ടിയത്. പിന്നെ ഇത് പ്രവർത്തിക്കുന്നതിന് ഇത് കേരളമാണത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സാധ്യതയുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ PDPയുടെ ചെയർമാനായിരിക്കുന്ന അബ്ദുൽ നാസർ മദനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് ഇ.കെ. നയനാരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നയനാര് പിടിച്ചു കൊടുത്തതാ. എൻ്റെ ഈ പുള്ളി അറസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. ആ ബാംഗ്ലൂർ ജയിലിൽ കിടക്കുന്ന സമയത്ത് കേരളത്തിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. കേരളത്തിന് അന്നത്തെ എനിക്കൊണ്ട് എറണാകുളത്തുണ്ടായിരുന്ന പാർലമെൻറ്റ് മെമ്പർ ഒക്കെ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ കൂടി ഇതിനകത്ത് എല്ലാ ജമാഅത്തുകളിൽ നിന്നും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയിട്ട് ഫണ്ട് ശേഖരിക്കാൻ തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് അന്ന് കിട്ടിയത്, ലക്ഷക്കണക്കിന് ഉറുപ്പിയ. അങ്ങനെ പിരിവെടുത്തവർ സക്കാത്ത് കൊടുക്കുന്ന പണം ഈ കാര്യത്തിലേക്ക് വേണ്ടി അവർ ചെലവഴിച്ചു. അങ്ങനെ പണം ശേഖരിച്ച പണം വെച്ചുകൊണ്ടാണ് PDPയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അബ്ദുൽ നാസർ മദനിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവർ ചെലവഴിച്ചത്. അങ്ങനെയാണത്. ഇതന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ സമാനമായ രീതിയിലാണ് ഇപ്പോൾ സത്യസരണിയിൽ നടക്കുന്നത്. സത്യസരണി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ആരൊക്കെയാണ് പണം കൊടുക്കുന്നതെന്നുള്ള അന്വേഷിക്കേണ്ടതാണ്. ഇവിടുത്തെ ഏതെല്ലാം കച്ചവടക്കാരെ കാര്യത്തിലുണ്ട്, ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരെ കാര്യത്തിലുണ്ട്, ഇവർക്കൊക്കെ പങ്കുണ്ടാവാൻ സാധ്യതയില്ലേ? കാരണം ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്, ഇവരെ ഉദ്ദേശിക്കുന്നത് ഇവരുടെ വോട്ട് ബാങ്കും ഇവരുടെ നിലനിൽപ്പും മാത്രമാണ് ഇവരുടെ പ്രശ്നം. അതിനു വേണ്ടിയിട്ട് ഇവർ സത്യസരണി വിനിയോഗിക്കുകയാണ്. സത്യസരണി എന്തു വന്നാലും ഒരു ഹൈന്ദവ വിരുദ്ധ പ്രസ്ഥാനമാണ്. ഇസ്ലാമിയിലേക്ക് ആളുകളെ ചേർക്കുന്ന പ്രവർത്തനമാണ് അവർ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായിട്ട് തുടങ്ങിയിട്ടുള്ളത്. സാർ, ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എത്ര സത്യം ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഇത്തരത്തിൽ മതം മാറ്റുന്നതിന് വേണ്ടി ഇവർ ലക്ഷക്കണക്കിന് പണങ്ങൾ പലരിൽ നിന്ന് വാങ്ങുന്നു. ഇത്ര പേരെ ഈ ടാർഗറ്റ് അനുസരിച്ചാണ്, ഇത്ര പേരെ മതം മാറ്റിയാൽ ഇത്ര ലക്ഷം അല്ലെങ്കിൽ കോടി രൂപ എന്നൊക്കെയുള്ള കണക്കിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മതം മാറ്റുന്നതിന് പല രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കൊണ്ടാണ്
പ്രത്യേകിച്ച് അവർ ഫോക്കസ് ചെയ്യുന്നത് ഹിന്ദു പെൺകുട്ടികളെയാണ് എന്നൊക്കെ പറയുന്നത്, അതിൽ എത്രത്തോളം സത്യമുണ്ട്? അല്ല, അതിനകത്ത് വളരെ വസ്തുതയുണ്ട്. ഹൈന്ദവ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് ഇവർ. ഈ മതപരിവർത്തനം നടത്തുന്ന കുട്ടികളുടെ കണക്കുകൾ എടുക്കുന്നുണ്ട് ഇവർ. ആ പറയുന്ന കുട്ടികളെ വിവാഹം കഴിക്കൽ മാത്രമല്ല ഉദ്ദേശം, ആ കുട്ടികളെ മതപരിവർത്തനം നടത്തിയിട്ട് ആ പ്രദേശത്ത് താമസിക്കാൻ അനുവദിക്കുന്നു. അവരാണ് പിന്നെ ഇതിൻ്റെ പ്രചാരകരായിട്ട് അവരാണ് വരുന്നത്. അതിനുവേണ്ടി അവർ വിനിയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ സാധാരണ മുസ്ലിം കുട്ടികളെ അല്ലല്ലോ ഇവർ IS ചേർത്തത്. ഇവർ ചേർത്തത് മുഴുവൻ ഈ മതപരിവർത്തനം നടത്തിയിരിക്കുന്ന ആൾ. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്തെ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. അവളാണല്ലോ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കിടക്കുന്നത്. അവളുടെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന ആളാണല്ലോ മരിച്ചുപോയത്. ഇതിനൊക്കെ സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതപരിവർത്തനം നടത്തിയിരിക്കുന്ന ആളുകൾ ഇവരെ സംബന്ധിച്ച് ഇരകളാണ്. അപ്പോൾ ഇരകളെ ഇവർക്ക് വേണ്ട രീതിയിൽ ഇവർക്ക് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾ കേരള സ്റ്റോറിയിൽ അടക്കം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. കേരള സ്റ്റോറിയുടെ മുഴുവൻ ചരിത്രം ഇതാണ് ശരിക്കും കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്റർ കൂടിയാണ് സത്യസരണി എന്നുള്ള സ്ഥാപനം. ആ സത്യസരണിയിൽ കൊണ്ടുവന്ന് അവർക്ക് ഇസ്ലാമിക വിഷയങ്ങളിൽ അവരെ മതപഠനം നടത്തിയതിന് ശേഷം അവർ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടുകയാണ്. പിന്നെ അവരുടെ പണി ആളെ ചേർക്കലാണ്. ഈ ആളെ ചേർക്കുന്നവർക്ക് പണം കിട്ടുന്നുണ്ടെന്നുള്ള സംശയമൊന്നുമില്ല. എനിക്കറിയാലോ, വേറെ സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇവിടുത്തെ ചില ഏജൻസികളൊക്കെ പള്ളികൾ നിർമ്മിക്കുന്ന പണിയുണ്ടാക്കി. നമ്മുടെ ആലപ്പുഴയുടെ ജില്ലയുടെ പല ഭാഗത്തും എറണാകുളം ജില്ലയുടെ പല ഭാഗത്തേക്കുള്ള റോഡ് വക്കിൽ പള്ളികളൊന്ന് എടുത്തു നോക്ക്. റോഡ് വക്കിൽ പള്ളികൾ സ്ഥാപിക്കുന്നത് ആരൊക്കെയാണ്? പള്ളിയുടെ സ്ഥാപനം ഇത് ആരാണ്? പള്ളിയെ സ്ഥാപിക്കുന്നവരാണ്. സാധാരണ മുസ്ലിങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ? ഇവിടെ ചെയ്തിരിക്കുന്ന ചില ഏജന്റുമാരായിരിക്കുന്ന ആളുകൾ, വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ള ചില ആളുകൾ, അവരെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പള്ളികൾ സ്ഥാപിച്ച് ആ പള്ളികളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തുകൊണ്ട് അക്കാലത്ത് സൗദിയിൽ നിന്നൊക്കെ സാധിക്കും. ഇന്നിപ്പോൾ സൗദിയിൽ നിന്ന് സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളിൽ നിന്ന് ആദ്യം സാധിച്ചിരുന്നു. ഇപ്പോൾ അത് സാധിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏതാണെങ്കിലും ഒന്നുണ്ട്, പള്ളികൾ സ്ഥാപിച്ചിരുന്നത് ഒരു കാലഘട്ടങ്ങളിൽ വിദേശ സഹായത്തോടു കൂടി കൊണ്ട് തന്നെയായിരുന്നു. ഒരുപാട് പള്ളികളുടെ ഉദാഹരണം അത്തരത്തിൽ റോഡ് വക്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു എറണാകുളം കുണ്ടന്നൂർ ജംഗ്ഷൻ തുടങ്ങിയിട്ട് ചന്ദ്രൂർ വരെയുള്ള സമയത്ത് 8-9 പള്ളികളാണ് റോഡ് വക്കിൽ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരത്തിലുള്ളത്. ഇതിന് കാരണം എല്ലാം തന്നെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം കൊണ്ടുവന്നിട്ടുള്ളതാണ്. സമാനമായിട്ടുള്ള രീതിയിലാണ് മതപരിവർത്തനത്തെ സംബന്ധിച്ചും. അത് പഴയ കാലത്ത് നമ്മുടെ ന്യൂ ജനറേഷൻ ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ തന്നെ ആ പണി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്ര ആളുകൾ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്, ഇത്ര ആളുകൾ ഹിന്ദുക്കളെ പിടിച്ചിട്ടുണ്ട്, ഇത്ര ആളുകൾ ക്രിസ്ത്യാനികളെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പണം വേണം. കാരണം അവരുടെ കയ്യിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ത്യയെ പോലെ രാജ്യത്തെ സംബന്ധിച്ച് അസംസ്കൃത പദാർത്ഥങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരു കാലത്ത് UK എന്ന് പറയുന്ന രാജ്യത്തെ സാമ്പത്തികമായിട്ട് നിലനിർത്തിയത് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയിട്ട് ഏകദേശം 75 കൊല്ലം കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ്റെ സാമ്പത്തിക രംഗം തകർന്ന് മണ്ണടിഞ്ഞു. ഇതേപോലെ തന്നെ ചില വിദേശ രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക നേട്ടം ഒരുപക്ഷെ പെട്രോളിന് ശേഷം തങ്ങൾക്ക് കിട്ടാൻ സാധ്യത എന്നുള്ള പ്രതീക്ഷ അവരെ സംബന്ധിച്ചുകൊണ്ട് അതിൻ്റെ പേരിലാണ് അവർ മതപരിവർത്തനത്തിന് പണം കൊടുക്കുന്നത്. അവിടെ നിന്ന് പണം പിരിച്ചെടുക്കുന്നുണ്ട്. ആ പണം പിരിച്ചെടുക്കുന്ന പണം ഇവിടെ വിനിയോഗിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് കണക്കുകൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. സർക്കാരിൻ്റെ കയ്യിൽ കണക്കുകളില്ല. കേരള സർക്കാർ ഇതിനെ സംബന്ധിച്ച് ഒരു താല്പര്യവും അവർ കാണിക്കുന്നില്ല. കാരണം തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് അവരുടെ ബന്ധം വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അതെക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ PDP തന്നെ അബ്ദുൽ നാസർ മദനി വന്ന സമയത്ത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലെ അവമാനിച്ചുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ അവമാനിച്ചുകൊണ്ട് സംസാരിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അതിന് കാരണം അത്രയ്ക്കും വലിയ സ്വാധീനം ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയൊരു വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം മാറിയെന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ ആക്ഷേപം പറയുന്നതും കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.